വയനാട് മേപ്പാടി മുണ്ടക്കയിലുണ്ടായത് സംസ്ഥാനം ഇതുവരെ കാണാത്ത ദുരന്തം. 2 തവണയായുണ്ടായ ഉരുൾപൊട്ടലിൽ എത്ര പേർ മരണപ്പെട്ടു എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു കണക്കും ഇതുവരെ ഔദ്യോഗികമായി പറയാനായിട്ടില്ലെന്നത് ദുരന്തത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നു. 2012 ഓഗസ്റ്റ് 6 കോഴിക്കോട് ജില്ലയിലെ പുല്ലൂരാമ്പാറയിലുണ്ടായ ഉരുൾപൊട്ടലിൽ 8 പേരാണ് മരിച്ചത്. 2018 ജൂണിൽ കോഴിക്കോട് കട്ടിപ്പാറ കരിഞ്ചോലമലയിലെ ഉരുൾപൊട്ടലിൽ 14 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. 2019 ഓഗസ്റ്റ് 8 രാത്രി പുത്തുമലയ്ക്ക് മുകളിൽ പെയ്തിറങ്ങിയ ദുരന്തത്തിൽ 12 മൃതദേഹങ്ങൾ മണ്ണിനടിയിൽ നിന്നും കണ്ടെത്തി. കാണാതായ 5 പേരെ ഇതുവരെ കണ്ടെത്താനായില്ല. ദുരന്തത്തിൽപ്പെട്ട് മേഖലയിലെ 58 വീടുകൾ പൂർണ്ണമായും 22 വീടുകൾ ഭാഗികമായും തകർന്നു. അന്നേ ദിവസം തന്നെയായിരുന്നു കേരളം കണ്ടതിൽ വെച്ച വലിയൊരു ദുരന്തം മലയോര മേഖലയെ ഉരുൾപൊട്ടലിന്റെയും പ്രളയത്തിന്റെയും രൂപത്തിൽ വിഴുങ്ങിയത്. മലപ്പുറം ജില്ലയിലെ കവളപ്പാറ മുത്തപ്പൻകുന്നിലുണ്ടായ ഉരുൾപൊട്ടലിൽ 51 ജീവനുകൾ മണ്ണിൽ പുതഞ്ഞു. 20 ദിവസത്തോളം നീണ്ടുനിന്ന തെരച്ചിലിൽ 49 മൃതദേഹങ്ങൾ കണ്ടെടുക്കാനായി. 10 ജീവനുകൾ മുത്തപ്പൻകുന്നിന്റെ മാറിൽ ഇപ്പോഴും അന്ത്യവിശ്രമം കൊള്ളുന്നു. ഒരു കുടുംബത്തിലെ തന്നെ 3, 4, 5 അംഗങ്ങൾ പോലും ദുരന്തത്തിനിരകളായി. പെട്ടിമുടിയിൽ 2020 ഓഗസ്റ്റ് 6 ഉരുൾപൊട്ടലിൽ 66 പേരാണ് മരണമടഞ്ഞത്. മണ്ണിനടിയിൽ കുടുങ്ങിയതായി കരുതുന്ന 4 പേരുടെ മൃതദേഹങ്ങൾ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇപ്പോഴിതാ ഈ ജൂലൈയിൽ വയനാട്ടിലെ മേപ്പാടിയിൽ സംഭവിച്ച ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം പോലും തിട്ടപ്പെടുത്താനാവാതെ വിറങ്ങലിച്ച് നിൽക്കുകയാണ് കേരളം. അമൃത ന്യൂസ്, കോഴിക്കോട്.